BSF തലപ്പത്ത് വൻ അഴിച്ചുപണി. BSF ഡയറക്ടർ ജനറലിനെ തന്നെയാണ് കേന്ദ്രം മാറ്റിയിരിക്കുന്നത്. കേരള കേഡർ IPS ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാളിനെയാണ് തിരിച്ച് കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഏകോപനത്തിലെ പാളിച്ചയടക്കം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ മാറ്റിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. വിരമിക്കാൻ ഇനിയും കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് BSF തലപ്പത്തെ അസാധാരണമായ ഈ മാറ്റം. അന്താരാഷ്ട്ര അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് BSF ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് അഗർവാളിനെ നീക്കം ചെയ്തതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ ജമ്മു കാശ്മീരിൽ സൈന്യത്തിനെതിരായ ആക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു. കാലങ്ങളായി ആക്രമണം ഇല്ലാതിരുന്ന മേഖലകളിലും സമാധാന അന്തരീക്ഷം തകർന്നത് സൈന്യം ഗൗരവത്തോടെയാണ് കാണുന്നത്. BSFന്റെ 2000 ഭടന്മാരെ കാശ്മീർ മേഖലയിൽ പുതുതായി വിന്യസിച്ചിട്ടുണ്ട്. സാംബ മേഖലയിലാണ് ഇവരുടെ സേവനം ഉപയോഗിക്കുക. കശ്മീരിൽ ഇന്ത്യ പാക് അതിർത്തി മേഖലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിച്ചതും തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നതിനും പിന്നാലെയാണ് നിതിൻ അഗർവാളിനെ BSF ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് കേന്ദ്രം നീക്കിയത്. കേന്ദ്രമന്ത്രി അമിത് ഷാ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ശേഷമാണ് ഈ മാറ്റം. ഇദ്ദേഹത്തെ കേരള കേഡറിലേക്ക് തിരിച്ചയച്ചു. കഴിഞ്ഞ വർഷം ജൂണിലാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. സേനയ്ക്കുള്ളിൽ അഗർവാളിന് നിയന്ത്രണമില്ലായിരുന്നുവെന്നും ഉയർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു സൈനിക വിഭാഗങ്ങളുമായുള്ള ഏകോപനക്കുറവും സ്ഥാനം തെറിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിൽ കാലാവധി പൂർത്തിയാക്കും മുമ്പുള്ള സ്ഥാനചലനം വഴി കേന്ദ്ര സർക്കാർ ശക്തമായ സന്ദേശം നൽകുകയാണെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. കഴിഞ്ഞ ജൂണിലാണ് അഗർവാൾ BSF ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്. 2026 ജൂലൈ വരെ അദ്ദേഹത്തിന് നിയമന കാലാവധി ഉണ്ടായിരുന്നു. 1989 കേരള ബാച്ച് ഉദ്യോഗസ്ഥനാണ് നിതിൻ അഗർവാൾ. സ്പെഷ്യൽ ഡെപ്യൂട്ടി DG ആയിരുന്ന YB ഖുരാനിയെയും മാറ്റിയിരുന്നു. അഗർവാളിനൊപ്പം സ്ഥാനചലനമുണ്ടായ ഖുരാനിയ 1990 ബാച്ച് ഒഡീഷ കേഡർ IPS ഉദ്യോഗസ്ഥനാണ്. സേനയുടെ തലപ്പത്തുള്ള 2 പേരെ ഒരുമിച്ച് നീക്കുന്നത് അപൂർവമാണെന്നാണ് നിയമവിദഗ്ധരും പറയുന്നത്. നുഴഞ്ഞുകയറ്റം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇരുവരെയും നീക്കിയതെന്നാണ് സൂചന. സേനയെ നിയന്ത്രിക്കുന്നതിലും മറ്റു സുരക്ഷാ ഏജൻസികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലും വീഴ്ച വരുത്തിയതിനാണ് ഇരുവരെയും മാറ്റിയതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.